എന്നിട്ട് ഈ ടെററിസ്റ്റിന്റെ അറ്റാക്കും ഇതൊക്കെ സത്യം തന്നെയാണെന്ന് വിചാരിക്കുന്ന ആ ഒരു വിഡ്ഢികളുണ്ട്. ഓക്കെ, വിഡ്ഢികളുടെ തലച്ചോറ് ഒരിക്കലും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതെല്ലാം നശിച്ചുപോയി തീർന്നു പോകണം ഈ ലോകത്തുനിന്ന്. ഓക്കെ, അതായത് ഈ അണികൾ ആരുടെയെങ്കിലും ഒരു നേതാവിന്റെ പുറകെ കൊടി പിടിച്ച് കിടക്കുന്ന വിഡ്ഢികളായ അടികൾ, അതായത് ആ ഒരു കുഞ്ഞുങ്ങളുടെ ഭാവിയൊന്നും നോക്കാതെ സ്വന്തം ശരീരം നോക്കാതെ കുറച്ച് പണം ഇങ്ങനെ നക്കാപ്പിച്ചിട്ട് വരും, കുറച്ച് പവർ വിട്ട് വരും. നിങ്ങൾ യൂണിയൻ കമ്മിറ്റി മെമ്പർ ആണ്, അങ്ങനത്തെ കുറച്ച് വിഡ്ഢികളൊക്കെ. അപ്പോൾ ആ ഒരു ജനഗണമന ഒന്ന് കണ്ടാൽ മതി. ഓക്കെ, അതിൽ സെയിം സിറ്റുവേഷൻ തന്നെയുണ്ട്. ഒരു പ്രശ്നം വന്നപ്പോഴേക്കും അത് മാറാൻ വേണ്ടി വേറൊരു പ്രശ്നം കൂടെ അവർ ഇംപ്ലിമെന്റ് ചെയ്തു. ഓക്കെ, ഒരു പെണ്ണിന്റെ റേപ്പും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു കോമൺ സെൻസ് ഉള്ളവർക്കൊക്കെ ഇനി മനസ്സിലാവും. ഓക്കെ, വിഡ്ഢികൾക്കൊന്നും മനസ്സിലാവില്ല, കാരണം വിഡ്ഢികളുള്ള യങ്സ്റ്റേഴ്സ് എല്ലാം ഇപ്പൊ ഗെയിമൊക്കെ കളിച്ചിരിക്കണേ. ഓക്കെ, ഗെയിം, റീൽസ്. അപ്പോ ആ വിഡ്ഢികൾക്കൊന്നും മനസ്സിലാവില്ല, പക്ഷെ എനിക്ക് മനസ്സിലാവും. ഓക്കെ, എനിക്ക് മനസ്സിലാവും. അതോടൊപ്പം ഞാനത് നിങ്ങളോട് തുറന്നും പറയും. വിദ്യയുള്ളവർക്ക് അത് മനസ്സിലാകും. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ എയുടെ ആ ഒരു ഇൻവെൻഷൻ ഇവിടെ കൊച്ചിയിൽ, എറണാകുളം അല്ലെങ്കിൽ ബാംഗ്ലൂർ എല്ലാം എത്തിക്കഴിഞ്ഞു. അതിന്റെ ഏറ്റവും വലിയ ഫസ്റ്റ് സ്റ്റെപ്പാണ് അവർ പ്രൊട്ടസ്റ്റ് ചെയ്ത് തുടങ്ങി. ഓക്കെ, വർക്കിംഗ് അവർ കൂട്ടുന്നു. അപ്പൊ ഇനി അവർ പറയും വർക്കിംഗ് അവർ കൂട്ടി, എന്നാൽ നിങ്ങൾ നിർത്തിപ്പോക്കോ, വേണ്ട, അവർ നേരെ ഇംപ്ലിമെന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. ഇതെല്ലാം സ്ട്രാറ്റജി തന്നെയാണല്ലോ, ഒരിക്കലും നമുക്ക് പറഞ്ഞുവിടാൻ പറ്റില്ല. നമുക്കെതിരെ ചോദിക്കാൻ ഇവിടെ യാതൊരു കോടതിയും ഇല്ല, യാതൊരു ഗവൺമെന്റും ഇല്ല. കാരണം ഇതെല്ലാം വെറും വേസ്റ്റ് ആണ്, വേസ്റ്റ് ഓഫ് തിങ്സ്. ഓക്കെ, അങ്ങനെ വേസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മുടെ എല്ലാവിധ യങ്സ്റ്റേഴ്സ് ഇപ്പൊ പുറത്തു പോയി കിടന്ന് കഷ്ടപ്പെടുന്നത്. ഓക്കെ, അവരെയും കുറച്ച് ഇങ്ങോട്ട് പറഞ്ഞു വിടും. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. ഏറ്റവും കഷ്ടപ്പാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ശുദ്ധമായ വായുവില്ല, ശുദ്ധമായ ഭക്ഷണമില്ല, ശുദ്ധമായ ജലമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ആശുപത്രി പോകുന്നു, നമുക്ക് ജോലി പോലും ഇല്ല ഈ നാട്ടിൽ. ഓക്കെ, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ആൾക്കാർ കൊണ്ടേ പീഡിപ്പിക്കുന്നു. എന്നിട്ട് പോലും പ്രതികരിക്കാൻ പറ്റാത്ത, നട്ടിലില്ലാത്ത ആ ഒരു കൂട്ടം ആളുകൾ, അല്ലെ, 140 കോടി ജനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നട്ടിലില്ല. ഓക്കെ, കുറച്ച് പേർക്കൊക്കെ നട്ടിലുണ്ട് കേട്ടോ. അതായത് റോഡൊക്കെ പൊളിഞ്ഞു കിടക്കുമ്പോൾ അവിടുത്തെ MLA ഈ പറയുന്ന മന്ത്രിയെ വരുമ്പോൾ പ്രൊട്ടസ്റ്റ് ചെയ്യും, അവർ പറയും വാതുറന്ന്. ഓക്കെ, അവർ അണികളല്ലല്ലോ, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പുഴുക്കളെല്ലാം നിസ്സാരമായിട്ട് ഇല്ലാതാക്കാൻ സാധിക്കും. അത് തന്നെയാണ് അവർക്ക് ഏറ്റവും ഭയമുള്ള കാര്യം. അപ്പൊ ഇങ്ങനെ പറയുന്ന ടെററിസ്റ്റ് അറ്റാക്കും ഈ പറയുന്ന അമീബയും മസ്തിഷ്ക ജ്വരവും നിപ്പയും കൊറോണയും ഇതെല്ലാം കൊണ്ടുവരും. ഓക്കെ, അതായത് വേറൊന്നുമല്ല, നമ്മൾ സിക്കാക്കി നിർത്തണം. നമുക്ക് ഒരിക്കലും ഒരു ആരോഗ്യമോ ബുദ്ധിയോ തരാൻ പാടില്ല. ഓക്കെ, ബുദ്ധി ഇല്ലാതാക്കൽ തന്നെയാണ് അവരുടെ ഏറ്റവും വലിയൊരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പീനിയൽ ഗ്ലാൻഡ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. റിലാക്സോസിന്റെ റിസർച്ചിന്റെ ഏറ്റവും ഒരു നട്ടൽ, അല്ലെങ്കിൽ ഏറ്റവും ഒരു പ്രൈമറി ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് വേറൊന്നുമല്ല, ബ്രെയിൻ തന്നെയായിരുന്നു. അതായത് ഈ സമസ്ത പ്രപഞ്ചത്തിലും എല്ലാവിധ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ബ്രെയിൻ വെച്ചിട്ടാണ്. ഈ പറയുന്ന എയറോപ്ലെയിൻ ആണെങ്കിലും, ഇപ്പോൾ എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനി ആണെങ്കിലും, മൊബൈൽ ഫോൺ ആണെങ്കിലും, ഇന്റർനെറ്റ് ആണെങ്കിലും, ഇതെല്ലാം കറണ്ട്, ഇതെല്ലാം കണ്ടുപിടിച്ച ബ്രെയിൻ കൊണ്ടാണ്. അപ്പൊ ഈ ബ്രെയിൻ എന്താണെന്നുള്ള ഒരു പഠനമായിരുന്നു ഞാൻ നടത്തിക്കൊണ്ടിരുന്നത്. ഓക്കെ, ന്യൂറോ സയൻസ്, ക്വാണ്ടം ഫിസിക്സ്, അതോടൊപ്പം തന്നെ മെഡിറ്റേഷൻ, യോഗ, നമ്മുടെ ആൻഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ബുദ്ധികൾ. അപ്പോൾ ഇതെല്ലാം കൂടി കണക്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇവിടെ കാണുന്ന നമുക്ക് കുടിക്കാതിരുന്ന വെള്ളത്തിൽ ക്ലോറിൻ ഫ്ലോറൈഡ്, ഇതിന്റെ അകത്ത് എല്ലാം ഫംഗ്ഷൻ എന്താണ്. ഓക്കെ, പീനൽ ഗ്ലാൻഡ് എല്ലാം നശിപ്പിക്കൽ തന്നെയാണ്. അതായത് ബുദ്ധിയില്ലാത്തൊരു സമൂഹത്തിന് ഉണ്ടാക്കണം, ചിന്തിക്കാൻ പാടില്ല. ഓക്കെ, അത് തന്നെയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഓക്കെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും ഒന്നും ചിന്തിക്കാറില്ല, എല്ലാവരും ആ ഗെയിമിൽ കളിച്ചിരിക്കുന്നു, എന്തെങ്കിലും വിഷമടങ്ങി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, കൊക്കക്കോളയും കാര്യം എല്ലാം കുടിച്ചോണ്ടിരിക്കുന്നു. എന്നിട്ട് അസുഖം. ഓക്കെ, എന്നിട്ട് നമ്മൾ വിഡ്ഢികളായ ഡോക്ടർമാരെ വിശ്വസിക്കുന്നു. ആ ഡോക്ടറാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢികൾ, അതായത് ജസ്റ്റ് കമ്മീഷൻ മേടിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയത് തന്നെയാണ് കേട്ടോ. കാരണം ഇനി എന്നോടൊന്ന് പറയാട്ടോ, ഏതൊരാൾക്ക് വേണമെങ്കിലും വന്ന് പറയാം, ഏത് സയന്റിസ്റ്റിനോ ഡോക്ടറോ എന്ത് വേണമെങ്കിലും വന്ന് ചോദിക്കാവുന്നതാണ്. എനിക്ക് എല്ലാത്തിലും അറിവ് തന്നെയുണ്ട്. ഓക്കെ.